നമസ്കാരം. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകളിലേക്ക് സ്വാഗതം. വാർത്തകൾ വായിക്കുന്നത് ആൻമരിയ ജയ്. പ്രധാന വാർത്തകൾ. തിരുസഭയ്ക്ക് സ്വർഗം നൽകിയ സമ്മാനം. ലയോ 14 പാപ്പ ഇനി ആഗോള സഭയെ നയിക്കും. ബോണ്ടിംഗ് ഫാമിലീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ മാതൃദിനാഘോഷങ്ങൾ ചൈതന്യയിൽ സംഘടിപ്പിച്ചു. ക്രൈസ്തവ നരഹത്യ അരങ്ങേറിയ കാണ്ഡമാലിൽ 4 ഡീക്കന്മാർ തിരുപ്പട്ടം സ്വീകരിച്ചു. തിരുസഭയ്ക്ക് സ്വർഗം നൽകിയ സമ്മാനം. ലയോ 14 പാപ്പ ഇനി ആഗോള സഭയെ നയിക്കും. ജനകോടികളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി പരിശുദ്ധാത്മാവ് തിരുസഭയ്ക്ക് പുതിയ പാപ്പായെ സമ്മാനിച്ചു. അമേരിക്കയിൽ നിന്നുള്ള കാർഡിനൽ റോബർട്ട് പ്രവോസ്റ്റ് തിരുസഭയുടെ 267 പാപ്പയായി ഇനി തിരുസഭയെ നയിക്കും. തന്റെ സ്ഥാനിക നാമമായി അദ്ദേഹം തിരഞ്ഞെടുത്തിരിക്കുന്നത് ലയോ 14 എന്ന നാമമാണ്. വത്തിക്കാൻ സമയം 6:11 ഫലം വന്നത്. സിസ്റ്റൈൻ ചാപ്പലിന് മുകളിൽ വെളുത്ത പുക പുറത്തു വന്നതോടെ പള്ളിമണികൾ കൂട്ടത്തോടെ മുഴക്കി. സ്വിസ് ഗാർഡുമാരും ബാൻഡ് സംഘവും വത്തിക്കാൻ ചത്വരത്തിലേക്ക് മാർച്ച് നടത്തി. വത്തിക്കാൻ ചത്വരം നിമിഷ നേരം കൊണ്ട് ജനനിബിഡമായി തീരുകയായിരുന്നു. 1 മണിക്കൂറിന് ശേഷം കർദിനാൾ സംഘത്തിലെ മുതിർന്നയാൾ പ്രോട്ടോ ഡീക്കൻ കർദിനാൾ ഡൊമിനിക് മാമ്പർട്ടി സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ മട്ടുപ്പാവിലെത്തി ഹബേമൂസ് പാപ്പാം എന്നറിയിച്ച് പുതിയ മാർപ്പാപ്പയുടെ പേരും സ്വീകരിച്ച നാമവും വെളിപ്പെടുത്തി. Habemus Papam. Qui sibi nomen imposuit Leonem 14. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഗോവയിൽ നിന്നുള്ള കർദിനാൾ ഫിലിപ്പ് നേരി ഉൾപ്പെടെ നിരവധി കർദിനാളുമാർ മധ്യ ബാൽക്കണിയുടെ ഇരുവശങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്ന മറ്റു ബാൽക്കണികളിലെത്തി. വത്തിക്കാൻ ചതുരത്തിൽ ഹർഷാരവങ്ങളോടെ 10,000. വൈകാതെ പുതിയ മാർപ്പാപ്പ സ്ഥാനവസ്ത്രങ്ങൾ അണിഞ്ഞ് സെയിന്റ് പീറ്റേഴ്സ് ബസലിക്കയുടെ ബാൽക്കണിയിലെത്തി വിശ്വാസികളെ അഭിസംബോധന ചെയ്തു. നിങ്ങൾക്ക് സമാധാനം എന്ന വാക്കുകളോടെയാണ് അദ്ദേഹം പാപ്പ പദവിയിലെ ആദ്യ പ്രസംഗത്തിന് തുടക്കം കുറിച്ചത്. നിങ്ങൾക്ക് സമാധാനം. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ദൈവത്തിന്റെ അജഗണത്തിനു വേണ്ടി ജീവൻ നൽകിയ നല്ല ഇടയനായ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിന്റെ ആദ്യ ആശംസയാണിത്. സമാധാനത്തിന്റെ ഈ ആശംസ നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രവേശിക്കുവാനും നിങ്ങളുടെ കുടുംബങ്ങളിലും അവർ എവിടെയായിരുന്നാലും എല്ലാ ആളുകളിലും എല്ലാ ജനതകളിലും ഭൂമിയിലും എത്തിച്ചേരാനും ഞാൻ ആഗ്രഹിക്കുന്നു. ലയോ 14 പാപ്പ പറഞ്ഞു. മുൻഗാമി ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് ആദരാഞ്ജലി അർപ്പിച്ചും 2 ദിവസം നീണ്ടുനിന്ന കോൺക്ലേവിൽ തന്നെ തിരഞ്ഞെടുത്തതിന് കർദിനാൾമാരോട് നന്ദി പറഞ്ഞും അദ്ദേഹം ഹ്രസ്വ സന്ദേശം തുടർന്നു. ചിക്കാഗോയിൽ നിന്നുള്ള പ്രവോസ്റ്റിന് 69 വയസ്സ് മാത്രമാണ് പ്രായം. തന്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും പെറുവിൽ ഒരു മിഷണറിയായി ചെലവഴിച്ച വ്യക്തിയാണ് അദ്ദേഹം. 2023 മാത്രമാണ് കർദിനാൾ ആയത്. അതായത് കർദിനാൾ പദവി ലഭിച്ചിട്ട് കേവലം 2 വർഷം മാത്രം. 2015 മുതൽ 2023 വരെ വടക്കു പടിഞ്ഞാറൻ പെറുവിലെ ചിക്ലായോയിൽ ബിഷപ്പായി സേവനമനുഷ്ഠിച്ച പ്രവോസ്റ്റ് 2015 പെറുവിൻ പൗരത്വവും നേടിയിരുന്നു. അമേരിക്കയും പെറുവും സഹിതം അദ്ദേഹത്തിന് ഇരട്ട പൗരത്വമുണ്ട്. പാപ്പായായി തിരഞ്ഞെടുത്തതോടെ US-ൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പ, അഗസ്റ്റീനിയൻ സമൂഹത്തിൽ നിന്നുള്ള പാപ്പ എന്നിങ്ങനെ ഒട്ടേറെ വിശേഷണങ്ങൾ കൂടി അദ്ദേഹം സ്വന്തമാക്കിയിരിക്കുകയാണ്. ബോണ്ടിംഗ് ഫാമിലീസ് പദ്ധതി ഉദ്ഘാടനം ചെയ്തു. കുടുംബ ബന്ധങ്ങൾ സുദൃഢമാക്കുവാൻ ആശയവിനിമയത്തോടൊപ്പം കരുതുവാനുള്ള മനസ്ഥിതിയും ഉണ്ടാകണമെന്ന് കോട്ടയം അതിരൂപത മെത്രാപ്പോലിത്ത മാർ മാത്യു മൂലക്കാട്ട്. സമൂഹത്തിൽ ദിനംപ്രതി വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്ന കുടുംബ പ്രശ്നങ്ങൾ, വിവാഹമോചനം, വിവിധ തരത്തിലുള്ള അതിക്രമങ്ങൾ, ആത്മഹത്യ, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള അതിക്രമം തുടങ്ങിയ സാമൂഹ്യ തിന്മകൾക്കെതിരെ അവബോധത്തോടൊപ്പം സഹായഹസ്തവും ഒരുക്കുവാൻ കോട്ടയം അതിരൂപതയുടെ നേതൃത്വത്തിൽ വിഭാവനം ചെയ്തിരിക്കുന്ന ബോണ്ടിംഗ് ഫാമിലീസ് പദ്ധതിയുടെ ഉദ്ഘാടന കർമ്മം തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിൽ വെച്ച് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബന്ധങ്ങളിലെ ഊഷ്മളത നിലനിർത്തുന്നതോടൊപ്പം മാറിവരുന്ന ജീവിത സാഹചര്യങ്ങളിൽ പ്രയാസപ്പെടുന്ന ആളുകൾക്ക് വഴിവിളക്കായി മാറുവാനും ഓരോരുത്തർക്കും ഉത്തരവാദിത്തമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
കോട്ടയം അതിരൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് ആനിമൂട്ടിൽ ചടങ്ങിന് അധ്യക്ഷത വഹിച്ചു. ചിക്കാഗോ രൂപത വികാരി ജനറൽ ബഹുമാനപ്പെട്ട ഫാദർ തോമസ് മുളവനാൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തോമസ് ചാഴികാടൻ എക്സ് MP, സംസ്ഥാന ന്യൂനപക്ഷ വികസന ധനകാര്യ കോർപ്പറേഷൻ ചെയർമാൻ സ്റ്റീഫൻ ജോർജ് എക്സ് MLA എന്നിവർ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. കോട്ടയം അതിരൂപതയുടെ വനിതാ അൽമായ സംഘടനയായ ക്നാനായ കാത്തലിക് വിമൻസ് അസോസിയേഷൻ അന്താരാഷ്ട്ര മാതൃദിനത്തോടനുബന്ധിച്ച് മാതൃസംഗമം സംഘടിപ്പിച്ചു. രാവിലെ 9:30 മുതൽ തെള്ളകം ചൈതന്യ പാസ്റ്റൽ സെന്ററിലാണ് മാതൃദിനാഘോഷം നടത്തിയത്. കോട്ടയം അതിരൂപത സഹായമെത്രാൻ മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ ദിനാഘോഷം ഉദ്ഘാടനം ചെയ്തു. KCWA പ്രസിഡന്റ് ഷൈനി ചൊള്ളമ്പയിൽ അധ്യക്ഷത വഹിച്ചു. അതിരൂപത വികാരി ജനറൽ ഫാദർ തോമസ് ആനിമൂട്ടിൽ ആമുഖ സന്ദേശം നൽകി. ഇടയ്ക്കാട്ട് ഫൊറോന വികാരി ഫാദർ സജി മലയിൽ പുത്തൻപുരയിൽ, അപ്നാദേശ് ചീഫ് എഡിറ്റർ ഫാദർ മാത്യു കുര്യത്തറ, കാരിത്താസ് സെക്യുലർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറസ് ജനറൽ സിസ്റ്റർ ലിസി മുടക്കോടിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. വനിതാ കൗൺസിലിംഗ് സെൽ ഉദ്ഘാടനവും അപ്നാദേശിന്റെ സഹകരണത്തോടെ ക്നാനായ മംഗ മത്സരവും ദിനാഘോഷത്തോടനുബന്ധിച്ച് നടത്തപ്പെട്ടു. കൂടാതെ കൂടുതൽ മക്കളുള്ള മാതാക്കളെ ചടങ്ങിൽ ആദരിച്ചു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് മാർ ജോസഫ് പണ്ടാരശ്ശേരിൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. KCWA അതിരൂപത ഭാരവാഹികൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി. അതിരൂപതയിലെ വിവിധ ഇടവകകളിൽ നിന്നുള്ള KCWA പ്രവർത്തകർ ദിനാചരണത്തിൽ പങ്കെടുത്തു. ഭാരതത്തിലെ ക്രൈസ്തവരുടെ ഉള്ളിൽ തീരാ നോവായി മാറിയ കാണ്ഡമാലിൽ പൗരോഹിത്യ വസന്തം. ഒഡീഷയിലെ കാണ്ഡമാൽ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന സൈമൺ വാഡിയിലെ മാ മരിയ കപ്പൂച്ചിൻ ഇടവകയിലാണ് മെയ് 6 തിരുപ്പട്ട സ്വീകരണം നടന്നത്. ആന്ധ്രാപ്രദേശിലെ മേരിമാത പ്രവിശ്യയിലെ കപ്പൂച്ചിൻ വൈദികൻ ഫാദർ ഐസക് പരിജ, രൂപതകളിൽ നിന്നുള്ള ഫാദർ ലിതു പ്രധാൻ, സരജ് നായക്, മൈക്കൽ ബെഹേരെ എന്നിവരാണ് പൗരോഹിത്യം സ്വീകരിച്ചത്. 100-ലധികം വൈദികരും 50 സന്യാസിനികളും സെമിനാരി വിദ്യാർത്ഥികളും ഉൾപ്പെടെ 2000-ലധികം വിശ്വാസികൾ തിരുക്കർമ്മത്തിൽ പങ്കെടുത്തു. കട്ടക് ഭുവനേശ്വർ അതിരൂപതയിലെ ആർച്ച് ബിഷപ്പ് ജോൺ ബർവ മുഖ്യ കാർമ്മികനായി. ആർച്ച് ബിഷപ്പ് പൗരോഹിത്യ വിളിയുടെ മഹനീയ സ്വഭാവം ചൂണ്ടിക്കാട്ടി. ഒരു സാധാരണ വ്യക്തിക്കും നിറവേറ്റാൻ കഴിയാത്ത ഒരു ദൗത്യത്തിനായി അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് നിങ്ങളെ വിളിച്ചത് ദൈവമാണെന്ന് അദ്ദേഹം നവവൈദികരോട് പറഞ്ഞു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ദുഃഖിതർക്ക് ആശ്വാസവും രോഗികൾക്ക് രോഗശാന്തിയും ദുർബലർക്ക് അനുരഞ്ജനവും ശക്തിയും വിശ്വസ്തർക്ക് കൂദാശകളും നൽകുന്ന സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സേവനത്തിന്റെയും സന്ദേശവാഹകരാകാൻ വിളിക്കപ്പെട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം നവവൈദികരെ ഓർമ്മിപ്പിച്ചു. അപ്നാദേശിന്റെ വാരാന്ത്യ വാർത്തകൾ അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. നന്ദി, നമസ്കാരം.